നമസ്കാരം. LDF സർക്കാരിന്റെ കാലത്ത് PSC നടത്തിയ പല പരീക്ഷകളും നിയമനങ്ങളും സംശയനിഴലിലാണ്. ആ പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണത്തിലും തട്ടിപ്പോ. പല പരീക്ഷകളിലും ക്രമക്കേടുകൾ സംഭവിച്ചു എന്ന് നിൽക്കക്കള്ളിയില്ലാതെയാണ് PSC കുറ്റസമ്മതം നടത്തിയത്. സർക്കാർ ജോലിക്കുള്ള നിയമന പ്രക്രിയ സുതാര്യമായിരിക്കണമെന്നിരിക്കെ അതല്ല സംഭവിക്കുന്നത്. PSC അടിമുടി കക്ഷിരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതോടെ അവിടെ മെറിറ്റ് അട്ടിമറിക്കപ്പെടുന്നു. PSCയുടെ സ്വതന്ത്ര സ്വഭാവവും സത്യസന്ധമായ പ്രവർത്തനവും ഉറപ്പുവരുത്താൻ ഈ സർക്കാരിനെങ്കിലും കഴിയുമോ? സമഗ്രമായി കാണാം ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വിഴിഞ്ഞത്ത് ഓഹരി കൈമാറ്റത്തിൽ വിശദീകരണവുമായി അദാനി ഗ്രൂപ്പ്. MSC കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണ. ഓഹരി കൈമാറ്റമുണ്ടായാലും MSCക്ക് വിഴിഞ്ഞത്ത് കുത്തകാവകാശം കിട്ടില്ലെന്നും സർക്കാരിന്റെ അനുമതിയോടെ മാത്രം മുന്നോട്ടെന്നും അദാനി ഗ്രൂപ്പ്. മുഖ്യമന്ത്രിക്കും അദാനിക്കുമെതിരെ കടുപ്പിച്ചു പ്രതിപക്ഷം. കരാർ കൈമാറ്റം ആലോചിച്ചുറപ്പിച്ച കച്ചവടമെന്ന് പിണറായി വിജയൻ. സർക്കാർ അദാനിയെ സംരക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചു. ആസൂത്രണ ബോർഡ് PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ അട്ടിമറി. ചെയർമാന്റെ നിലപാടിൽ അംഗങ്ങൾക്ക് അതൃപ്തി. ക്രമക്കേട് അന്വേഷിക്കാൻ PSC ചെയർമാൻ നിർദ്ദേശം നൽകിയത് പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള കൺട്രോളർക്ക്. ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന യോഗ തീരുമാനം നടപ്പാക്കിയില്ല. ഉന്നതതല അന്വേഷണത്തിന് സാധ്യത തേടി സർക്കാർ. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ധാരണ തെറ്റിച്ച് നടപടികളുമായി അമേരിക്കൻ കമ്പനി മുന്നോട്ട്. നോട്ടീസ് ലഭിച്ച ജീവനക്കാർക്ക് 3 മാസത്തെ ശമ്പളം നൽകി. തുക നൽകിയത് പിരിച്ചുവിടൽ നിയമപ്രകാരം. കമ്പനിയുടെ നടപടി അംഗീകരിക്കില്ലെന്നും ഇടപെടുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. നടപടി കേന്ദ്ര ലേബർ കോഡ് പാലിച്ചെന്ന് കോറോ ഹെൽത്ത്. ഭീകരതയ്ക്കെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 23 പേരെ ഭീകരരായി പ്രഖ്യാപിച്ചു. കശ്മീരിൽ തീവ്രവാദികളെ മഹത്വവൽക്കരിച്ച് പുസ്തകം. 8 വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വിവാദ പുസ്തകങ്ങൾ സ്കൂളുകളിൽ നിന്ന് പിൻവലിച്ചു. രചയിതാക്കളും പ്രസാധകരും കരിമ്പട്ടികയിൽ. അന്വേഷണം പ്രഖ്യാപിച്ച് ലഫ്റ്റനന്റ് ഗവർണർ. സംസ്ഥാനത്ത് മഴ ശക്തം. കണ്ണൂരും കാസർഗോഡും തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട്. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട് നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ നെടുപ്പുഴയിൽ കോൾപ്പാടത്ത് മിനിബോട്ട് മറിഞ്ഞ് കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന സമാശ്വാസ പദ്ധതി വൈകുന്നു. ദുരിതത്തിലായി ഒട്ടേറെ കുടുംബങ്ങൾ. റേഷൻ വിഹിതം മുടങ്ങിയതും തിരിച്ചടി. മമതയ്ക്ക് വീണ്ടും തിരിച്ചടി. പാർട്ടി ആസ്ഥാനം പിടിച്ചെടുത്ത് പ്രതിപക്ഷ നേതാവ് ഋതുപ്രതാ ബാനർജി. മമതയെ കൈവിട്ട പ്രസിഡന്റ് ചന്ദ്രിമ ഭട്ടാചാര്യയും എല്ലാ പാർട്ടി പദവികളിൽ നിന്നും രാജിവെച്ചു. വിമത വിഭാഗവുമായി കൂടിക്കാഴ്ച നടത്തി ചന്ദ്രിമ ഭട്ടാചാര്യ. താരസംഘടന അമ്മയിൽ പ്രതിസന്ധി തുടരുന്നു. ശ്വേതാ മേനോൻ കമ്മിറ്റിക്കെതിരെ ആരോപണവുമായി താരങ്ങൾ. സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് അൻസിബ ഹസൻ. ശ്വേത പറഞ്ഞ കണക്കുകൾ ശരിയല്ലെന്ന് ഉഷ ഹസീന. താരസംഘടനയ്ക്ക് ശ്വേതയുടെ ഉറപ്പിൽ അദാനി ഗ്രൂപ്പ് 15 കോടി രൂപ നൽകാൻ തീരുമാനിച്ചിരുന്നതായി താരങ്ങൾ. ധ്രുവീകരണം നടത്തുന്നവരല്ല നേതൃത്വത്തിൽ വേണ്ടതെന്ന് മാലാ പാർവതി. അമ്മയിലെ തർക്കത്തിൽ വേണ്ടിവന്നാൽ സർക്കാർ ഇടപെടുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിന് ഇന്ന് തുടക്കം. അല്പസമയത്തിനകം കാനഡ മൊറോക്കോയെ നേരിടും. ഫ്രാൻസ് പരാഗ്വേ പോരാട്ടം പുലർച്ചെ 2:30. കേപ്പ് വെർദെയോട് പൊരുതി ജയിച്ച അർജന്റീനയുടെ എതിരാളികൾ ഈജിപ്ത്. അന്താരാഷ്ട്ര 2020 അരങ്ങേറി വൈഭവ് സൂര്യവംശി. 15-ാം വയസ്സിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് സച്ചിന്റെ റെക്കോർഡ് മറികടന്നു. ഇന്ത്യക്കെതിരായ 2ാം T20 ഇംഗ്ലണ്ടിന് 191 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട നിലയിൽ. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസിൽ 6 പേരെ വിട്ടയച്ചു. വിട്ടയച്ചവരിൽ പ്രായപൂർത്തിയാകാത്ത 4 പേരും. മൊഴിയും സാഹചര്യവും പൊരുത്തപ്പെടുന്നില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പോലീസ്. സ്റ്റോറി ഓഫ് ദി ഡേ. ഇരട്ടപ്പെരുമയിൽ ഈ വിദ്യാലയം. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിലുള്ള അദാനി MSC
ധാരണ വിവാദമായതോടെ MSCക്ക് കുത്തകാവകാശം ഉണ്ടാവില്ലെന്ന് വിശദീകരിച്ച് അദാനി ഗ്രൂപ്പ്. വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ശക്തമായതോടെ കോൺഗ്രസിനുള്ളിലും അതൃപ്തി പുകയുകയാണ്. ഡീൽ ആരോപണത്തിന് മൂർച്ച കൂട്ടി ഓഹരി കൈമാറ്റ വ്യവസ്ഥകളിലെ ലംഘനം പ്രതിഷേധ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. വിഷയത്തിൽ സർക്കാരിന്റെ തുടർ നീക്കങ്ങളിലാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കും. ഓഹരി കൈമാറ്റം ഉണ്ടായാലും വിഴിഞ്ഞത്ത് തീരമാർക്കും തീരെഴുതില്ല. വിഴിഞ്ഞത്തെ വിൽക്കില്ല. സർക്കാർ നൽകിയ പുതുക്കിയ അപേക്ഷയുടെയും വിശദീകരണത്തിനും ചുരുക്കം ഇങ്ങനെയാണ്. ഓഹരി കച്ചവടം വിവാദമായതോടെ അദാനി അനുനയ നീക്കവും ശക്തമാക്കി. എന്നാൽ സർക്കാരിനത് എത്രത്തോളം സ്വീകാര്യമാണെന്നതാണ് തീരുമാനത്തിന്റെ വേഗതയെ നിർണ്ണയിക്കുന്നത്. ഭരണകക്ഷിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വിഴിഞ്ഞത്തെ സുതാര്യക്കുറവ് വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. അദാനിക്കുള്ള വിമർശനം എന്ന നിലയിൽ KC വേണുഗോപാൽ സർക്കാർ നൽകിയ താക്കീതും ഉന്നതാധികാര സമിതി വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമെല്ലാം ഭരണമുന്നണിയിലെ അപസ്വരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷവും ഡീൽ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിഷേധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത്. വിഷയത്തിൽ പരിശോധന നടത്താൻ വിദഗ്ധ സമിതിയെ നിയമിച്ചിട്ടുണ്ട്. ധനം, നിയമം, തുറമുഖ വകുപ്പ് സെക്രട്ടറിമാരാണ് വിദഗ്ധ സമിതിയിലുള്ളത്. ഇവർ വിഷയത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ശരിവെക്കേണ്ടത് മുഖ്യമന്ത്രി. ഇത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. സ്വാഭാവികമായി ധനകാര്യം കയ്യിലുണ്ട്, പോർട്ട് വകുപ്പ് കയ്യിലുണ്ട്, നിയമവകുപ്പ് കയ്യിലുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ മാത്രമേ ഈ ഡീല് പൂർണ്ണമാവുള്ളൂ. പിന്നെ മുഖ്യമന്ത്രിയുമാണ്. ഒരു മന്ത്രിയും അറിയേണ്ട കാര്യമില്ല, ഒരു മന്ത്രിയോടും പറയുന്ന കാര്യമില്ല. പാർട്ടിയിലെ ഭിന്നതയും എതിർപ്പും ശക്തമായി നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഓഹരി കൈമാറ്റത്തിന് അതിവേഗം അനുമതി നൽകാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം, നിയമോപദേശമൊക്കെയും അനിവാര്യമാണ്. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പിന്തുണയും ദുർബലമാകുന്നതോടെ മുഖ്യമന്ത്രി VD സതീശൻ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം മുൻകൂറായി ആലോചിച്ചുറപ്പിച്ച കച്ചവടമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അദാനി ഒത്തുകളിയാണ് നടക്കുന്നത്. സുതാര്യമല്ലാത്ത ഓഹരി കൈമാറ്റത്തെ പ്രതിപക്ഷം രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഓഹരി കൈമാറ്റത്തിന്റെ സുതാര്യത പാലിച്ചില്ല. സെബി അധികാരികൾക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല. പൊതുതാൽപര്യം പരിഗണിക്കാതെ ദേശീയ സുരക്ഷ കണക്കിലെടുക്കാതെയാണ് അദാനി ഓഹരി കൈമാറിയത്. സർക്കാർ അനുമതി വേണമെന്നിരിക്കെ തുറമുഖം, നിയമം, ധനകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ഇടപെടലുകൾ ദുരൂഹമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. അത്തരം ഓഹരി കൈമാറ്റത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭ്യമാകണം. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ അനുമതിക്കായുള്ള ഒരപേക്ഷയും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പോ എങ്ങനെയാണ് ഈ അദാനി ഗ്രൂപ്പിന് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം ലഭിച്ചത്? അവിടെയാണ് അതീവ ഗൗരവമായ സംശയം ഉയരുന്നത്. ഓഹരി കൈമാറ്റത്തിലെ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിനോട് വിശദീകരണം തേടണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. സുതാര്യമല്ലാത്ത ഓഹരി കൈമാറ്റത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നീങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കണ്ണൂർ. ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദാനിക്കെതിരെ സംസാരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. CPM അല്ലേ അദാനിയെ കേരളത്തിൽ കൊണ്ടുവന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അദാനിയെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. KC വേണുഗോപാൽ പറഞ്ഞത് അദാനിക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് BJP സർക്കാരുകളാണെന്നാണ്. അതിന് മറ്റൊരർത്ഥമുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് BJPയുടെ പ്രകടന പത്രികയാണ് UDF നടപ്പിലാക്കുന്നത് എന്നാണ്. അദാനിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി സതീശനോടുള്ള ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു. CPIM അല്ലേ അദാനിയെ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം, അദാനിയെ കേരളത്തിലേക്ക്, വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിൽ, കരാർ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ UDF ആണ്. UDF എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഉമ്മൻചാണ്ടിയാണ്. KC വേണുഗോപാലൻ പറഞ്ഞു വെച്ചു, അദാനിക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് BJP ഗവൺമെന്റുകളാണ്. അദാനിയെ വിഴിഞ്ഞത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലെന്നും മന്ത്രിസഭയും പാർട്ടിയും കൃത്യമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. അദാനിയെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് സംസാരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു. അദാനിയുടെ ഭാഗത്തു നിന്ന് ഒരു റിക്വസ്റ്റ് കിട്ടിയെന്നതിൽ കവിഞ്ഞ് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും. പിന്നെ ചർച്ച ചെയ്യേണ്ട ഫോറങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല.
ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്ത് പോകില്ല. ഇത് കോൺഗ്രസ്സാണ്. വിഴിഞ്ഞം തുറമുഖം, അത് കഴിഞ്ഞിട്ടുള്ള നടപടിക്രമം. ആസൂത്രണ ബോർഡ് PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിലും അട്ടിമറി. ക്രമക്കേട് അന്വേഷിക്കാൻ പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള കൺട്രോളർക്ക് PSC ചെയർമാൻ നിർദ്ദേശം നൽകി. SP-യുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്നായിരുന്നു PSC യോഗ തീരുമാനം. എന്നാൽ ഇത് അട്ടിമറിച്ചാണ് നിലവിൽ കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആസൂത്രണ ബോർഡ് സുപ്രധാന തസ്തികകളിലെ പരീക്ഷകളിലാണ് ക്രമക്കേട് നടന്നത്. 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെയാണ് ഫലം PSC പ്രസിദ്ധീകരിച്ചത്. 1.25 ലക്ഷം രൂപ അടിസ്ഥാനത്തിൽ ശമ്പളമുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ്, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ ചീഫ്, പ്ലാനിംഗ് കോർഡിനേഷൻ ഡിവിഷൻ ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷയിലാണ് ക്രമക്കേട് നടന്നത്. ക്രമക്കേട് നടത്തിയ പരീക്ഷകളിൽ പുനർമൂല്യനിർണ്ണയം നടത്താനും ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കാനുമായിരുന്നു PSC യോഗ തീരുമാനം. എന്നാൽ അത് നടപ്പായില്ല. പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പരീക്ഷാ കൺട്രോളറെ തന്നെയാണ് ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണവും കമ്മീഷനെ ഏൽപ്പിച്ചത്. PSC സെക്രട്ടറി അറിയാതെയാണ് ചെയർമാന്റെ നടപടി. എന്നാൽ പരീക്ഷാ കൺട്രോളർ അന്വേഷണത്തിന് നിയമതടസ്സം അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ വീഴ്ചകൾ അന്വേഷിക്കാൻ മാത്രമാണ് പരീക്ഷാ കൺട്രോളർക്ക് അധികാരം. അന്വേഷണം പോലീസിനോ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന PSCയുടെ വിജിലൻസ് വിഭാഗത്തിനോ കൈമാറാത്തതും ദുരൂഹമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പ് അന്വേഷണം അട്ടിമറിയെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നതാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. ആഭ്യന്തര വിജിലൻസ് അന്വേഷണം കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലെയാണ്. ആസൂത്രണ ബോർഡിൽ മാത്രമല്ല, വിവിധ വകുപ്പുകളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാർ മാറിയ കാര്യം PSC ഓർക്കണമെന്നും OJ ജനീഷ് തൃശൂരിൽ പറഞ്ഞു. DGP തലത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ വിഷയത്തിൽ ആവശ്യമുള്ളത് എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്ന PSC ഇന്ന് മനസ്സിലാക്കുന്നത് ആ അന്വേഷണവും അട്ടിമറിച്ച് ഇപ്പോൾ പരീക്ഷാ കൺട്രോളറെ അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അട്ടിമറിയുടെ ഭാഗമാണെങ്കിൽ കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കൊച്ചിയിലെ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ മരവിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കമ്പനി പിന്മാറിയതായി സൂചന. പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ച ജീവനക്കാരുടെ അക്കൗണ്ടിൽ 3 മാസത്തെ ശമ്പളം കമ്പനി നൽകി. എന്നാൽ സർക്കാർ ഇടപെട്ട് ഈ മാസം 6-ന് തിരുവനന്തപുരത്ത് തൊഴിൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയ ശേഷം തുടർ തീരുമാനമുണ്ടാകുമെന്നായിരുന്നു ധാരണ. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഇപ്പോൾ കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന US ആസ്ഥാനമായ മെഡിക്കൽ കോഡിംഗ് സ്ഥാപനമായ കോറോ ഹെൽത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് 900-ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടത്. വെള്ളിയാഴ്ച രാവിലെ ജീവനക്കാർ ഓഫീസിലെത്തിയപ്പോഴാണ് പിരിച്ചുവിടൽ അറിഞ്ഞത്. കമ്പനിയുടെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകൾ അടയ്ക്കുകയും ചെയ്തു. ജീവനക്കാരുടെ ചോദ്യങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുമെന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം. വിഷയത്തിൽ തൊഴിൽ മന്ത്രിയും ഉമാ തോമസ് MLAയും ഇടപെട്ടതോടെ കൂട്ടപ്പിരിച്ചുവിടൽ മരവിപ്പിക്കാൻ ധാരണയായി. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് തൊഴിൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താനും അതിനുശേഷം തുടർ നടപടിയെന്നായിരുന്നു തീരുമാനം. എന്നാൽ ആ തീരുമാനത്തിന് വിരുദ്ധമായാണ് ഇപ്പോൾ കമ്പനി ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പിരിച്ചുവിടലിന്റെ ഭാഗമായി 3 മാസത്തെ ശമ്പളം നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ നിയമപരമായി എന്ത് നടപടിയെടുക്കാമെന്നാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. തൊഴിൽ നിയമങ്ങളിൽ വന്ന മാറ്റം സർക്കാരിന്റെ ഇടപെടലിന് തടസ്സമാകുന്നുണ്ട്. ഈ വർഷം ഇവിടെ ജോലി ചെയ്തവരെ പെട്ടെന്ന് പിരിച്ചുവിടുക എന്ന് പറഞ്ഞത്, അതും ആ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് അവരുമായിട്ടൊരു ചർച്ച പോലും നടത്താതെ, അതുകൊണ്ട് തന്നെ ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് താൽക്കാലികമായി ഈ പിരിച്ചുവിടൽ മരവിപ്പിച്ചിട്ട് തിങ്കളാഴ്ച ലേബർ സെക്രട്ടറിയെ ചർച്ചയ്ക്കായി നിയോഗിച്ചിരിക്കുകയാണ്. ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് നേരം വെളുത്തപ്പോൾ അത് മാറി. അവരുടെ പറഞ്ഞ MLA നേരിട്ടാണ് അത് സംസാരിച്ചത്. MLAയോട് അടക്കം പറഞ്ഞ ആ തീരുമാനത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. തീർച്ചയായും സംസ്ഥാന സർക്കാർ പരിമിതമായ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നതുവരെ തൽസ്ഥിതി തുടരാനും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ ജീവനക്കാർക്ക് ജോലി ചെയ്യാമെന്നുമുള്ള ധാരണയാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഭീകരതയ്ക്കെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന 23 പേരെ UAPA നിയമപ്രകാരം ആഭ്യന്തര മന്ത്രാലയം ഭീകരന്മാരായി പ്രഖ്യാപിച്ചു. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരി ഉൾപ്പെടെയുള്ളവരെയാണ് ഇന്ത്യ ഭീകരന്മാരായി പ്രഖ്യാപിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനും അതിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 23 പേരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഉത്തരവിറക്കിയത്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരും ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഹാഫിസ് സെയ്ദിന്റെ അടുത്ത അനുയായികളുമാണ് പട്ടികയിലുള്ളത്.
UAPA നിയമപ്രകാരം ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കാനാകും. നേരത്തെ സംഘടനകളെ മാത്രമായിരുന്നു ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെയാണ് വ്യക്തികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തി തുടങ്ങിയത്. ഇതുവരെ 80 പേരെ ഇന്ത്യ ഭീകരന്മാരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരായ മസൂദ് ഇല്യാസ് കശ്മീരി, മുഫ്തി മുഹമ്മദ് അസ്ഗർ, ഹാഫിസ് അബ്ദുൾ ഷക്കൂർ, ലഷ്കർ-ഇ തൊയ്ബ ഭീകരരായ ഫിർദോസ് അഹമ്മദ് ഭട്ട്, റാഷിദ് ഗനായ് തുടങ്ങി 23 പേരെയാണ് ഇന്ത്യ പുതുതായി ഭീകരരായി പ്രഖ്യാപിച്ചത്. ഭീകരവാദ റിക്രൂട്ട്മെന്റ്, ആയുധ പരിശീലനം, നുഴഞ്ഞുകയറ്റം, ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന എന്നിവയിൽ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയവർക്കെതിരെയാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കശ്മീരിൽ തീവ്രവാദികളെ മഹത്വവൽക്കരിച്ച് പുസ്തകം. സംഭവത്തിൽ 8 വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വിവാദ പുസ്തകങ്ങൾ സ്കൂളുകളിൽ നിന്ന് പിൻവലിച്ചു. രചയിതാക്കളെയും പ്രസാധകരെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. സംഭവത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണം പ്രഖ്യാപിച്ചു. നടപടിയെടുത്തത് BJPയുടെ പ്രതിഷേധത്തെ തുടർന്നാണ്. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലോഗോ പതിപ്പിച്ചാണ് പുസ്തകം സ്കൂളുകളിൽ എത്തിച്ചത്. ഇത് വിദ്യാഭ്യാസ മേഖലയിലെ അട്ടിമറിയാണെന്ന് ആരോപിച്ച് രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള നിരോധനവും തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മഴ ശക്തമായതോടെ തൃശൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള നിരോധനവും തുടരുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. മലപ്പുറം തേഞ്ഞിപ്പാലം കടക്കാട്ടുപാറയിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞു. സമീപത്തെ കിണറും ഇടിഞ്ഞു താഴ്ന്നു. കടക്കാട്ടുപാറ മുസ്തഫയുടെ വീട് അപകട ഭീഷണിയിലായതോടെ അവരെ മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീടിന്റെ ഷീറ്റുകൾ തകർന്നു. കോഴിക്കോട് ചാലിയാറിലെ ഊർക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 16 ഷട്ടറുകൾ ഉയർത്തി. വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചാലിയാർ, ഇരുവഞ്ഞി, ചെറുപുഴ എന്നിവയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇടുക്കി പാമ്പള ഡാം തുറന്നിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയും, കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും, കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. കനത്ത മഴയിൽ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും പരക്കെ നാശനഷ്ടം. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ ഇതുവരെ 12 മരണം റിപ്പോർട്ട് ചെയ്തു. ഉയർന്ന പ്രദേശങ്ങളിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇടവിട്ട തീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതിതീവ്ര മഴയിലും മണ്ണിടിച്ചിലും വൻ നാശനഷ്ടമാണ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് മേഖലകളിൽ ഉണ്ടായത്. ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 3 മരണം റിപ്പോർട്ട് ചെയ്തു. കാംഗ്ര, ഷിംല, മണ്ഡി ജില്ലകളിലാണ് മണ്ണിടിച്ചിലും വൈദ്യുതാഘാതമേറ്റും മരണം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ ആകെ 12 മരണം റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയത്തിലും കുളു, ചമ്പ ഉൾപ്പെടെ ഹിമാചൽ പ്രദേശിലെ 49 റോഡുകൾ പൂർണ്ണമായും അടച്ചു. ചമ്പ ജില്ലയിലെ ഭാർമൂർ മേഖലയിൽ ഒറ്റപ്പെട്ടുപോയ തീർത്ഥാടകരെ ദുരന്ത നിവാരണ സേനയും പോലീസും ഇടപെട്ടാണ് പുറത്തെത്തിച്ചത്. ഏകദേശം 15 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ ഇതുവരെ സംസ്ഥാനത്തുണ്ടായി എന്നാണ് പ്രാഥമിക കണക്കുകൾ. ഹിമാചൽ പ്രദേശിൽ അടുത്ത 24 മണിക്കൂർ കൂടി ഇടവിട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. വിനോദസഞ്ചാരികളും തീർത്ഥാടകരും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും മുന്നറിയിപ്പ് പരിശോധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ് തുടങ്ങിയ മേഖലകളിൽ മഴ ശമിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ട്രോളിംഗ് നിരോധനത്തിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനം മൂലം തൊഴിലും നഷ്ടമായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതി തുക നൽകാൻ വൈകിയതോടെ ദുരിതത്തിലാണ് ആലപ്പുഴയിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. സമാശ്വാസ പദ്ധതി തുകയ്ക്ക് പുറമെ റേഷൻ വിഹിതവും മുടങ്ങിയതിനാൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആകെ വറുതിയിലാണ്. ട്രോളിംഗ് നിരോധനവും മോശം കാലാവസ്ഥയുമാണ് തീരദേശ ജനതയെ കടുത്ത പട്ടിണിയിലാക്കിയത്.
എന്നാൽ ഈ വറുതിക്കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാകേണ്ട പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാൻ സർക്കാർ വൈകുന്നതാണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ട്രഷറി നിയന്ത്രണത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ 1.47 ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്കായി വിതരണം ചെയ്യേണ്ട 82 കോടി രൂപയാണ് സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ആർക്കും പണിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. പരമ്പരാഗത തൊഴിലാളിക്ക് ഇപ്പോൾ പോകാമെങ്കിലും എങ്ങും പോകാൻ കഴിയുന്ന സാഹചര്യമല്ല. കുറച്ച് പണിയും മോശമാണ്. അതുകൊണ്ടാണ് ഇതിന് പഞ്ഞമാസം എന്ന് പറയുന്നത്. ഓഫ് സീസണാണ്. അങ്ങനെ വരുന്ന സമയത്താണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ധനസഹായവും തൊഴിലാളിക്ക് കൊടുക്കണം. അതായിരുന്നു പണ്ട് മുതലെയുള്ള കാഴ്ചപ്പാട്. അങ്ങനെ വന്നാൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ അവരുടെ പഞ്ഞമാസ പൈസ കിട്ടേണ്ട സമയമാണ്. പഞ്ഞമാസത്തിലെ പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ. സാധാരണ ജൂൺ മാസം 10 കഴിയുമ്പോൾ കിട്ടും. ജൂൺ അവസാനിച്ചിട്ടും മത്സ്യത്തൊഴിലാളികളുടെ പഞ്ഞമാസ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രതിഷേധം. മറ്റൊന്ന്, ട്രോൾ ബാൻ ആകുന്ന സമയത്ത് ഗവൺമെൻറ് ഒരു പാക്കേജ് പ്രഖ്യാപിക്കും. ആ പാക്കേജിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ കൊടുക്കും. ഏറെക്കുറെ ഒരു 3 ലക്ഷം ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുമായിരുന്നു. 3 ലക്ഷത്തിലെ മഹാഭൂരിപക്ഷം പേരും പാവപ്പെട്ടവരാണ്. അപ്പോൾ സൗജന്യ റേഷൻ എല്ലാവർക്കും അനുവദിക്കും. മത്സ്യത്തൊഴിലാളിക്ക് കുറച്ച് കൂടുതൽ അനുവദിക്കുമായിരുന്നു. ഇത്തവണ മത്സ്യത്തൊഴിലാളിയുടെ സൗജന്യ റേഷൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രതിഷേധത്തിന് ഇടയാക്കുന്ന കാര്യം. മെയ് മുതൽ ജൂലൈ വരെയുള്ള പഞ്ഞമാസങ്ങളിൽ തൊഴിലാളികൾക്ക് 3 ഗഡുക്കളായി ലഭിക്കേണ്ട 6000 രൂപയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതത്തിന് പുറമെ തൊഴിലാളികൾ മുൻകൂറായി അടച്ച 1500 രൂപയും ഉൾപ്പെടുന്നു. എന്നാൽ തൊഴിലാളികളടച്ച സ്വന്തം തുക പോലും തിരികെ നൽകാൻ സർക്കാർ മടിക്കുന്നത് കൂടുതൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ട്രഷറി നിയന്ത്രണങ്ങളും ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികളുടെ ജീവൽ പ്രശ്നത്തെ സർക്കാർ തടയുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആക്ഷേപം. കുടുംബം പുലർത്താൻ മറ്റ് മാർഗങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന തീരദേശ ജനതയ്ക്ക് ഈ സഹായം യുദ്ധകാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും അടിയന്തരമായി ഇടപെടണം എന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. പശ്ചിമബംഗാളിൽ തകർന്നടിഞ്ഞ് മമതാ ബാനർജി. മമതയുടെ വിശ്വസ്തയും പാർട്ടി സംസ്ഥാന അധ്യക്ഷയുമായ ചന്ദ്രിമ ഭട്ടാചാര്യയും രാജിവെച്ച് വിമതർക്കൊപ്പം ചേർന്നു. പാർട്ടി ആസ്ഥാനം പ്രതിപക്ഷ നേതാവ് ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ വിമത വിഭാഗം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ രാജി. പാർട്ടിയുടെ പേരും ചിഹ്നവും ഉടനെ മമതയ്ക്ക് നഷ്ടമായേക്കും. തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പിനിടയിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടിയാണ് അടുത്ത അനുയായിയും പാർട്ടി പ്രസിഡന്റുമായ ചന്ദ്രിമ ഭട്ടാചാര്യയുടെ രാജി. വിമത നീക്കം ശക്തമായപ്പോൾ പാർട്ടി കമ്മിറ്റികൾ പിരിച്ചുവിട്ടുകൊണ്ടായിരുന്നു വിശ്വസ്തയായ ചന്ദ്രിമ ഭട്ടാചാര്യയെ മമത പാർട്ടി പ്രസിഡന്റാക്കിയത്. നിയമസഭയിൽ വെച്ച് ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗവുമായി ചന്ദ്രിമ ഭട്ടാചാര്യ കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ നേതാവ് ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം പാർട്ടി ആസ്ഥാനം പിടിച്ചെടുത്തതിന് പിറകെയാണ് സംസ്ഥാന അധ്യക്ഷയും മമതയെ വിട്ട് മറുകണ്ഠം ചാടിയത്. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനമായ കൊൽക്കത്തയിലെ തൃണമൂൽ ഭവൻ വിമത വിഭാഗം ഏറ്റെടുത്തിരുന്നു. മുതിർന്ന നേതാക്കൾക്കൊപ്പം ഓഫീസിലെത്തിയ പ്രതിപക്ഷ നേതാവ് ഋതുപ്രത ബാനർജി അവിടെ യോഗം ചേരുകയും ഇനി ഞങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പാർട്ടിയുടെ പേരും തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിനും അവകാശവാദം ഉന്നയിച്ച് ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ പ്രതിനിധി സംഘം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തൃണമൂൽ ആസ്ഥാനത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതോടെയാണ് തൃണമൂലിനുള്ളിൽ കലഹം ആരംഭിച്ചത്. MLA-മാർ മമതയെ വിട്ട് ഋതുപ്രതയ്ക്കൊപ്പം നിൽക്കുകയും MP-മാർ ഭൂരിപക്ഷവും NDA-യുടെ ഭാഗമാവുകയും ചെയ്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംഘടന അമ്മയിൽ പ്രതിസന്ധി തുടരുന്നു. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിമർശനവുമായി അൻസിബ ഹസൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ശ്വേത ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കുറുക്കുവഴികളിലൂടെ ഭാരവാഹികളായെന്നും കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആളുകളല്ല നേതൃത്വത്തിൽ വേണ്ടതെന്നും താരങ്ങൾ കൊച്ചിയിൽ പറഞ്ഞു. 15 കോടി രൂപ അദാനി ഗ്രൂപ്പ് ശ്വേതയുടെ വിശ്വാസ്യതയിൽ അമ്മയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നതായി BJP നേതാവ് പറയുന്ന വീഡിയോയും താരങ്ങൾ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. ശ്വേതാ മേനോൻ അടങ്ങിയ മുൻ ഭാരവാഹികൾക്കെതിരെ കടുത്ത വിമർശനവും ആരോപണവും ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബ ഹസൻ, ഉഷ ഹസീന, മാല പാർവതി, മായ വിശ്വനാഥ് എന്നിവർ കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടത്. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കുറുക്കുവഴികളുടെ ഭാരവാഹികളായെന്നായിരുന്നു ഉഷ ഹസീനയുടെ പരാമർശം. അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, രണ്ടുപേരും രണ്ട് ചേരിയിലായിട്ട് നിന്ന് രണ്ടുപേർക്കും
അവരുടെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ തമ്മിൽ പിരിപ്പിച്ച് അവരുടെയും കൂടെ രണ്ടുപേരുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകളും ചെളിവാരിയെറിയലും എന്തൊക്കെയോ നടന്നു. അതൊക്കെ ഞങ്ങളെ പോലുള്ള അംഗങ്ങൾ അറിയുന്നത് തന്നെ മീഡിയയിലൂടെയാണ്. 15 കോടി രൂപ അദാനി ഗ്രൂപ്പ് ശ്വേതയുടെ വിശ്വാസ്യതയിൽ താരസംഘടനയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നതായി BJP നേതാവ് പറയുന്ന വീഡിയോ താരങ്ങൾ മാധ്യമങ്ങളെ കാണിച്ചു. പുതിയ ഭരണസമിതി വരണമെന്നും യുവതാരങ്ങൾ ചുമതലയിലേക്ക് എത്തണമെന്നും മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എൻ്റെ വിശ്വാസമാണ്. കേരളം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ടിനി ടോം വർഗീയ പരാമർശം നടത്തിയെന്നും ഡബിൾ ഡാഡി സിൻഡ്രോമാണ് തനിക്കെന്ന് ടിനി പറഞ്ഞതായും അൻസിബ പറയുന്നു. പരാതി നൽകിയിട്ട് പാലാരിവട്ടം പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും താരം കുറ്റപ്പെടുത്തി. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പോൾ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡ്ഹോ കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. സെക്രട്ടറിയും പ്രസിഡന്റും 2 ധ്രുവങ്ങളിലായിരുന്നു കഴിഞ്ഞ ഭരണകാലത്തെന്നാണ് മായാ വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. യുവതാരങ്ങൾ സംഘടനയുടെ ചുമതല ഏറ്റെടുക്കണമെന്നും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കണമെന്നും മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. ഏതായാലും നിയമ പോരാട്ടത്തിനപ്പുറം ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറയുകയാണ് താരങ്ങളുടെ സംഘടനാ പ്രവർത്തനം. അമൃത ന്യൂസ്, കൊച്ചി. നടൻ ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകാനാകാതെ അൻസിബ ഹസൻ 1 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കാത്തിരുന്നിട്ടും ഉദ്യോഗസ്ഥർ ആരും മൊഴി നൽകാൻ വരാത്തതിനെ തുടർന്നാണ് അൻസിബ മടങ്ങിപ്പോയത്. അഭിഭാഷകനുമൊത്താണ് അൻസിബ സ്റ്റേഷനിലെത്തിയത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, മതവികാരം വ്രണപ്പെടുത്തി തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളിലാണ് ടിനി ടോമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുക്കാൻ തയ്യാറായത്. അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും രാജിവെക്കരുതെന്ന് പറഞ്ഞതായ ശ്വേതാമേനോയുടെ വിശദീകരണത്തിൽ വിശ്വാസമില്ലെന്നും അൻസിബ പ്രതികരിച്ചു. വനിതാ ASIയും വന്നില്ല. അപ്പോൾ ഇത്രയും നേരം ഇരുന്ന് എനിക്ക് വയ്യായിരിക്കാം. ഞാൻ ഒട്ടും ഹെൽത്തി അല്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്. പോസിറ്റീവ് അല്ല പോലീസിൻ്റെ ഭാഗത്തുള്ള സമീപനം. അതുകൊണ്ട് നമ്മൾ ഇനി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല. ഇവർ അന്വേഷിച്ചില്ലെങ്കിൽ അന്വേഷിക്കണ്ട. ഞങ്ങൾക്കറിയാം ഈ കേസ് എങ്ങനെ കൊണ്ടുപോകണമെന്നും എവിടെ കൊണ്ടുപോകണമെന്നും ഞങ്ങൾക്കറിയാം. താരസംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന താരനേതാക്കളുണ്ടെന്നും വലിയ താമസമില്ലാതെ അവരുടെ ഇടപെടലുണ്ടാകുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. നിയമപരമായ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരമുണ്ടാകും. സർക്കാർ സിനിമാ മേഖലയെ ഗൗരവമായി കാണുന്നു. സിനിമാ മേഖലയെ മികവുറ്റതാക്കണമെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. അല്ല, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് താരസംഘടനയിലെ പ്രശ്നങ്ങൾ. താരസംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന താരനേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വലിയ താമസമില്ലാതെ അത് ഇടപെട്ട് തന്നെ തീർക്കും. നിയമപരമായ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരമാണുള്ളത്. അല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. അത് രണ്ടും തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. സർക്കാർ അതിനകത്ത് വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് സിനിമാ മേഖലയെ കാണുന്നത്. സിനിമ ഒരു വ്യവസായമാക്കി മാറ്റിക്കൊണ്ടുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം അടക്കം നമ്മൾ കണ്ടു. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിന് തുടക്കം. അല്പസമയത്തിനകം കാനഡ മൊറോക്കയെ നേരിടും. നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അട്ടിമറിച്ചാണ് മൊറോക്കയുടെ വരവ്. അതേസമയം നോക്കൌട്ടിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ആതിഥേയരായ കാനഡ എത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഫ്രാൻസ് പരാഗ്വെ പോരാട്ടം പുലർച്ചെ 2:30 നടക്കും. അതേസമയം കേപ്പ് വെർദെയോട് പൊരുതി ജയിച്ച അർജന്റീന ഈജിപ്തിനെ നേരിടും. ജയിച്ചുവെങ്കിലും അർജന്റീനയെ വിറപ്പിച്ചാണ് നോക്കൌട്ടിൽ കേപ്പ് വെർദ മടങ്ങിയത്. കാൽപന്തിൽ പുതിയ ആരാധക ലോകത്തെയും സ്വന്തമാക്കിയാണ് വൊസീനിയോയും കൂട്ടരും നാട്ടിലേക്ക് മടങ്ങിയത്. 5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള കൊച്ചു രാജ്യം. ആ ജനതയുടെ മുഴുവൻ പ്രതീക്ഷയുമായി എത്തിയ കേപ്പ് വെർദെ
ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ വരിഞ്ഞുമുറുക്കി. ശക്തമായ പ്രതിരോധവും ഒസീഞ്ഞ എന്ന കാവൽ മാലാഖയുമാണ് ആഫ്രിക്കക്കാരെ നോക്കൌട്ട് വരെ എത്തിച്ചത്. 40-കാരന്റെ കൈകൾ കടന്ന് പന്ത് വലയിലെത്തിക്കാൻ മെസ്സി ഉൾപ്പെടെയുള്ളവർ വിയർക്കുന്നത് കണ്ട ലോകകപ്പ് കൂടിയാണിത്. ടൂർണമെന്റിൽ ഉടനീളം ദ്വീപുകാർ എതിരാളികളെ വെള്ളം കുടിപ്പിച്ചു. മുഴുവൻ സമയ പ്രതിരോധത്തിലൂന്നിയായിരുന്നില്ല റയാൻ മെൻഡിസും കൂട്ടരും കളിച്ചത്. കൃത്യമായ സമയത്ത് തീയുണ്ട പോലെയുള്ള ഷോട്ടുകൾ എതിർ പോസ്റ്റിൽ ഇടം കണ്ടെത്തി. ഒടുവിൽ അർജന്റീനയ്ക്കെതിരെ കണ്ടതും അത് തന്നെയാണ്. ബ്ലൂ ഷാർക്ക് എന്ന വിളിപ്പേര് കൂടിയുണ്ട് വെറുതേക്ക്. 2020 മുതൽ ബുബിസ്റ്റ എന്ന പെഡ്രോ ലിറ്റാവോ ബ്രിട്ടോ തേച്ചുമിനുക്കിയതാണ് ദേശീയ ടീമിലെ ഈ കുന്തമുനകളെ. 15,000 പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയം ഹോം ഗ്രൗണ്ടാക്കി കളിക്കുന്ന ടീമിന് അർജന്റീന ഉൾപ്പെടെയുള്ള കരുത്തന്മാരെ വിറപ്പിക്കാൻ കഴിഞ്ഞു. ലോകകപ്പിൽ ആദ്യമായി എത്തിയതാണെങ്കിലും 4 തവണ ആഫ്രിക്ക കപ്പ് കളിച്ചിട്ടുണ്ട്. 2 തവണ ക്വാർട്ടർ ഫൈനലിലും എത്തിയിരുന്നു. റൗണ്ട് 32-ൽ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ തന്നെ. ആദ്യ കളിയിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. കരുത്തരായ ഉറുഗ്വേക്കെതിരെ 2-2. സൗദിയെ സമനിലയിൽ പിടിച്ച 2ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തി. കന്നിവരവിൽ കിരീടത്തെക്കാൾ മധുരമുള്ള യാത്ര. ഇന്നിപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരോട് പരാജയപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കൽ പോലും അവർക്ക് തലകുനിക്കേണ്ടി വരില്ല. കാരണം അർജന്റീനൻ ആരാധകരുടെ മാത്രമല്ല, ഫുട്ബോൾ ലോകത്തിന്റെ നെഞ്ചിടിപ്പേറ്റി കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചാണ് മടക്കം. കാണാം, കാത്തിരിക്കാം അടുത്ത പോരാട്ടത്തിനായി. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം T20 ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇംഗ്ലണ്ട് വിജയത്തിന് അരികെയാണ്. 11 പന്തിൽ നിന്ന് 10 റൺസ് വിജയിക്കാൻ വേണം. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 190 റൺസ് നേടിയത്. 49 റൺസ് നേടിയ ഇഷാൻ കിഷന്റെയും 43 റൺസ് നേടിയ അഭിഷേക് ശർമ്മയുടെയും പ്രകടനത്തിന്റെ മികവിലാണ് ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോറിലെത്താൻ സാധിച്ചത്. ഇംഗ്ലണ്ടിനായി സാം കരൻ 3 വിക്കറ്റുകൾ നേടി. അതേസമയം മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന് മോശം തുടക്കമായിരുന്നു. ആദ്യ ഓവർ പിന്നിട്ടപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 1 റൺസ് എന്ന നിലയിലായിരുന്നു. പിന്നീട് ഹാരി ബ്രൂക്കിന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ ജേക്കബ് ബദേലിന്റെ മികവിലാണ് ഇംഗ്ലണ്ട് മികച്ച നിലയിൽ തിരിച്ചെത്തിയത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എന്ന നിലയിലാണ്.